നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുകയാണ്. എത്ര തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയാലും നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം പഠിച്ചാലോ. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 48 ഘന സെന്റിമീറ്റർ വ്യാപ്തമുള്ള ചതുരക്കട്ടയുടെ വശങ്ങളുടെ അളവുകൾ ഏതാണ്? What are the measures of the side of a rectangular block given below whose volume is 48 cubic centimeter? അതായത് ഇവിടെ ഒരു പെട്ടി തന്നിട്ടുണ്ട്. ആ പെട്ടിയുടെ വോളിയം അതായത് വ്യാപ്തം എന്ന് പറയുന്നത് 48 ഘന സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് 48 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്ന പെട്ടിയുടെ വ്യാപ്തം അതായത് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെട്ടിയുടെ നീളം, വീതി, ഉയരം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എത്രയാണ്? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതോ ഒന്നോ രണ്ടോ എന്താണ് ഈ പെട്ടിയുടെ നീളം, വീതി, ഉയരമാണ്. ഇത് ഏതാണ് എന്നാണ് ചോദ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോന്നിന്റെയും വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. ഓരോന്നിന്റെയും വോളിയം എങ്ങനെയാ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ 4 × 3 × 3 എത്ര വരും? 4 × 3 12. 12 × 3 എത്രയാണ്? 6 36 സെന്റിമീറ്റർ ക്യൂബ്. ശരിയാണോ? നമുക്ക് വേണ്ടത് 48 ആണ്. അപ്പൊ ഇതല്ല, തെറ്റ്. അടുത്തത് വോളിയം ഈക്വൽ ടു 6 × 4 × 2 അല്ലെ? 6 × 4 6 4 24 24 × 2 എത്രയാണ്? നോക്കിയേ, 8 48 സെന്റിമീറ്റർ ക്യൂബ്. ശരിയാണ്. ഇതാണ് നമ്മൾ തേടി നടന്ന ആള്. പക്ഷെ അവിടെ വെച്ച് നിർത്തരുത്. കാരണം ചിലപ്പോൾ ഒരാളോ രണ്ടാളോ മൂന്നാളോ നമ്മുടെ ഉത്തരമായിട്ട് വരാം. അടുത്ത ആളെ നോക്കാം നമുക്ക്. വോളിയം ഈക്വൽ ടു 6 × 4 × 3 6 × 4 24 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണല്ലേ സെന്റിമീറ്റർ ക്യൂബ്. ശരിയല്ലേ? 12 ബാക്കിയൊന്നും 2 6 1 72. ലാസ്റ്റ് വൺ ഇതാണോ? ഇതല്ല, നമുക്ക് വേണ്ടത് 48 ആണ്. അവസാനത്തത് 4 × 4 × 4 4 × 4 16 16 × 4 എത്രയാണ്? 64 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണോ? ഇതും അല്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് സോ സിമ്പിൾ, ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ ഒരു സാധനത്തിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്പർ മാറിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അപ്പൊ ആരും തന്നെ ചോദ്യം സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് വായിച്ചു നോക്കി ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.